3D ഹോം ടിപ്സിൻ്റെ പുതിയ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ടിപ്സ് ഫ്ലോർ ജനറേറ്റർ എങ്ങനെ 3D മാക്സിൽ ഇൻസ്റ്റാൾ ആക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ഓക്കെ, ഇനി ഈ ഫ്ലോർ ജനറേറ്ററിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. 2-3 ഉദാഹരണങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഫ്ലോർ ജനറേറ്റർ മുഖേന ഞാൻ ഈ 2-3 ഉദാഹരണങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഇതിൽ കൂടുതൽ നമുക്ക് ഈ ആപ്പുമായി നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഡെസ്ക്ടോപ്പിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ ഫ്രീ ഡൗൺലോഡ് ടു ഫ്ലോർ ജനറേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം അവിടെ ഫ്ലോർ ജനറേറ്റർ 2.110 പ്ലഗ് ഇൻ ഡൗൺലോഡ് ഫോർ 3D മാക്സ് 2013 to 2022 യുടെ എന്ന ഓപ്ഷൻ കാണിച്ചിരിക്കും. അതെന്തിനാണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ 3D മാക്സ് ഏത് ഇയർ ആണെന്ന് നോക്കിയിട്ട് അത് ആ ഫ്ലോർ ജനറേറ്റർ പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് ആ ഓപ്ഷൻ 3D മാക്സ് ഓപ്പുമ്പോൾ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ 2013 to 2022 അതിൻ്റെ ഇടയിലുള്ള ഇയർ ആണെങ്കിൽ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ബോക്സ് വരും. അതിലിൻ്റെ കുറച്ച് താഴത്തായിട്ട് ഫ്ലോർ ജനറേറ്റർ ഫയൽ സൈസ് 100 KB എന്ന് കാണാം. അതിൻ്റെ അടിയിൽ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് കാണും. അവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. എന്നാൽ മാത്രമേ ഡൗൺലോഡ് ആകത്തുള്ളൂ. അവിടെ ടിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആകുന്നത് കാണാം. അങ്ങനെ നമ്മൾ ഫ്ലോർ ജനറേറ്റർ ഡൗൺലോഡ് ആയതായി ഇവിടെ കാണാം. ഇനി നമുക്ക് നേരെ ആ ഫയലിലേക്ക് പോകാം. ഷോ ഇൻ ഫോൾഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നേരെ ഡൗൺലോഡ് പോകാം. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ ആർച്ചീവ് ഫയൽ കാണാം ഫ്ലോർ ജനറേറ്ററിൻ്റെ. ഇനി നമുക്ക് നേരെ എക്സ്ട്രാക്റ്റ് ചെയ്യാം. എക്സ്ട്രാക്റ്റ് ഫയൽ അതിൽ റൈറ്റ് ക്ലിക്ക് നീക്കിയാൽ എക്സ്ട്രാക്റ്റ് ഫയൽ എന്ന് കാണാം. ഇനി അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ കൊടുക്കുക. അത് എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്ത് അവിടെ തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഒരു ഫോൾഡർ സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഫോൾഡർ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇതൊക്കെ മിനിമൈസ് ചെയ്യാം. എന്നിട്ട് ഈ ആർച്ചീവ് ചെയ്ത ഫയൽ ഓപ്പൺ ആക്കുക. ഓക്കെ, അപ്പോൾ ഒരുപാട് വേർഷനിലുള്ള 2013 to 2022 വരെയുള്ള വേർഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3D മാക്സ് ഏത് ഇയർ ആണോ ഒന്ന് പരിശോധിക്കുക. അത് 2018 അല്ലെങ്കിൽ 18 ആണെങ്കിൽ ഇവിടെ 2018 വേർഷൻ ഉണ്ട് കാണാം. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. എൻ്റേത് 2019 3D മാക്സ്. അപ്പോൾ ഞാനത് ഫ്ലോർ ജനറേറ്റർ ഫ്രീ മാക്സ് 2019 64 ബിറ്റ് എന്ന് ഇവിടെ കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്ലോർ വേർഷന്. അതുകൊണ്ട് ഞാനിത് കോപ്പി ചെയ്യുന്നു. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് നേരെ 3D മാക്സ് 2019 ഇവിടെ സ്ക്രീനിൽ കാണാം. അതിൻ്റെ മാക്സിൻ്റെ
ഫയൽ അതിൽ മുകളിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ പ്രോപ്പർട്ടീസ് പോവുക. അപ്പോൾ അതിൽ ഷോർട്ട് കട്ടിൽ ജനറൽ ഷോർട്ട് കട്ട് കോമ്പറ്റിബിലിറ്റി എന്നീ ഹെഡിങ് കാണാം. അതിൽ ഷോർട്ട് കട്ടിൽ പോവുക. അതിൽ ഓപ്പൺ ഫയൽ ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ബോക്സ് വന്നത് കാണാം. അതിൽ പ്ലഗിൻസ് ഉണ്ടാവുക. അത് ആ ബോക്സ് ഓപ്പൺ ചെയ്യുക. പ്ലഗിൻസ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എൻ്റേത് റീപ്ലേസ് ഫയൽ ഡെസ്റ്റിനേഷൻ കാണിക്കുന്നത് ഇതിൻ്റെ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളത് നേരെ പേസ്റ്റ് ചെയ്താൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 3D Max ഓപ്പൺ ചെയ്യാതെ ഡൗൺലോഡ് ചെയ്യണം. ഓപ്പൺ ചെയ്തവരാണെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ആക്കിയാൽ മാത്രമേ ഫ്ലോർ ജനറേറ്റർ 3D Maxൽ ആഡ് ആവുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് 3D Max ഓപ്പൺ ആക്കി നോക്കാം. അതിനു മുമ്പ് അപ്ലൈ നിൽക്കുക, കണ്ടിന്യൂസ് ഓക്കെ അടിക്കുക. ഇനി നമുക്ക് 3D Max ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഓൾറെഡി ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് മോഡിഫൈ ലിസ്റ്റ് പോവാം. എന്നിട്ട് അവിടെ ഫ്ലോർ ജനറേറ്റർ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ ഷോർട്ട് കീ ആണ് F. അപ്പോൾ ഇവിടെ കീബോർഡിൽ F ഞെക്കിയാൽ ഫ്ലോർ ജനറേറ്റർ കാണാം. അപ്പോൾ ഇവിടെ സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ അത് ഇവിടെ ആഡ് ആയതായി കാണാം. ഞാൻ ഓൾറെഡി ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിരുന്നു. അപ്പോൾ ഇത് ഫ്ലോർ ജനറേറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് പോയി സെർച്ച് ചെയ്ത് കണ്ടാൽ മതി, എൻ്റെ ചാനലിലുണ്ടാവും. അല്ലെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പുതിയ ടിപ്സിന് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ ടിപ്സിൻ്റെ വീഡിയോസുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇത് ഉപകാരം ആണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അടുത്ത ടിപ്സുമായി വരുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ